ശാസ്ത്രലേഖകൻ ഡോക്ടർ രാജഗോപാൽ കമ്മത്ത് കൂടെ ചേരുന്നുണ്ട്. ശ്രീ രാജഗോപാൽ കമ്മത്ത്, സംസ്ഥാനത്തുടനീളം ഇപ്പോൾ ചൂടിൻ്റെ വലിയൊരു കാഠിന്യം കൂടി വരികയാണ്. പകൽ പോലും വലിയ ചൂട്, അതിനെക്കാട്ടുപരി രാത്രിയിലും പൊള്ളുന്ന ചൂട് അനുഭവിക്കുന്നു എന്നാണ് ആളുകൾ പറയുന്നത്. ഈ വേനൽ ചൂട് വലിയ കാഠിന്യത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇത് വലിയൊരു കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഒരു സൂചന തന്നെയല്ലേ? കേരളത്തിൽ കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്, എറണാകുളത്തൊരു പ്രത്യേകതയുണ്ട്. ഏകദേശം 29-30 ഡിഗ്രി മാത്രമാണ് ഇന്നത്തെ താപനില. പക്ഷേ കുറഞ്ഞ താപനില വെറും 2-3 ഡിഗ്രി മാത്രമേ, അതായത് 27 ഡിഗ്രിയിലൊക്കെ നിൽക്കുകയാണ്, 27-26 ഡിഗ്രിയിൽ. അപ്പോൾ രാത്രിയിലും പകലും ഏകദേശം ഒരേ രീതിയിലുള്ള താപനില തുടരുന്നു എന്ന് വേണം നമ്മൾ കരുതേണ്ടത്. വെളുപ്പിനൊക്കെ ആകുമ്പോൾ കുറച്ച് താപനില കുറയും. അപ്പൊ ഇത് ഇവിടുത്തെ ഒരു അർബൻ ഹീറ്റ് ഐലൻഡ് ഇഫക്റ്റ് ആണ് അത് സൂചിപ്പിക്കുന്നത്. കാരണം ഇവിടെ മൊത്തം കോൺക്രീറ്റ് ആണ്, ഈ കോൺക്രീറ്റും ടാറും പിന്നെ ടൈൽസും എല്ലാം കൂടെ ചേരുമ്പോൾ, പിന്നെ വാഹനങ്ങളുണ്ട്, പിന്നെ വീടുകളിൽ യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, അടുപ്പുകൾ കത്തിക്കുന്നത്, ഇലക്ട്രിക് ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നത്, ഇതെല്ലാം കൂടി നഗരത്തിൽ നല്ല താപനില വർദ്ധിച്ചിരിക്കുകയാണ്. പക്ഷെ മറ്റിടങ്ങളെ പോലെ എറണാകുളത്ത് ചൂട് വർദ്ധിച്ചിട്ടില്ല. കാരണം കായലും കടലും അടുത്ത് കിടക്കുന്നതുകൊണ്ട് അത്രയും ചൂട് വ്യാപിച്ചിട്ടില്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ തൃശ്ശൂർ എറണാകുളത്തേക്കാൾ 4 ഡിഗ്രി കൂടുതലാണ്, പാലക്കാട് 6 ഡിഗ്രി കൂടുതലാണ്, 36 ഡിഗ്രി 37 ഡിഗ്രിയാണ് പാലക്കാട് ഇന്നത്തെ താപം. അതേപോലെ തന്നെ മലപ്പുറത്ത് ഏകദേശം തൃശ്ശൂരിലെ താപനില തന്നെയാണ് 35. കോഴിക്കോട് ഇന്ന് അല്പം കുറവാണ്. കണ്ണൂർ 31 ആണ് ഇന്ന്. കോഴിക്കോട് 30, കണ്ണൂർ 31, വയനാട് 30 ഉണ്ട്, 30-31 വയനാടും ഉണ്ട്. തെക്കൻ ജില്ലകളിൽ 30-31, കോട്ടയത്ത് 35, പത്തനംതിട്ടയിൽ 36, ഇടുക്കിയിൽ 31. അതാണ് ഇന്നത്തെ ഒരു താപനിലയുടെ ഒരു രീതി. ഇത് വർദ്ധിച്ചു വരും. നമുക്ക് ഏകദേശം ഒരു 4 ഡിഗ്രി വരെ വർധനവ് ഈ അടുത്ത ആഴ്ചകളിൽ നമുക്ക് പ്രതീക്ഷിക്കണം. ഇടയ്ക്ക് മഴ പെയ്യുകയാണെങ്കിലും അത് പ്രത്യേകിച്ച് ആശ്വാസമൊന്നും തരത്തില്ല. കാരണം ഉഷ്ണം കൂടത്തേ ഉള്ളൂ. തിളക്കത്തെ വെള്ളം ഈ ചൂടായി കിടക്കുന്ന പ്രതലത്തിൽ വന്ന് വീണ് വെള്ളം തിളങ്ങി, അല്ലെങ്കിൽ അതിഭീകരമായ മഴ പെയ്യണം. അതിനുള്ള സാധ്യത തൽക്കാലമില്ല. ഒരു ഇന്ത്യയുടെ മകളിലൊരു പ്രത്യേക ഒരു മഴ സാധ്യത കണ്ടുവരുന്നുണ്ട്. അപ്പൊ അത് എത്രത്തോളം കേരളത്തിന് സഹായകമാകുമെന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പക്ഷെ വളരെ വലിയൊരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. പകൽ സമയ താപനില അതേപോലെ തുടരും. മിക്കവാറും വൈകുന്നേരങ്ങളിലായിരിക്കും മഴ പെയ്യാനായിട്ടുള്ള സാധ്യത, അല്ലെങ്കിൽ ഏർലി മോർണിംഗ്. അപ്പോൾ അതുകൊണ്ട് ഈ ഉച്ച സമയത്തെയോ അല്ലെന്നുണ്ടെങ്കിൽ അതിന് മുമ്പത്തെയോ അടുത്ത മണിക്കൂറുകളിലെയോ താപനില കുറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. ഏതായാലും നമുക്കൊരു 3-4 ഡിഗ്രിയെങ്കിലും ഏറ്റവും കുറഞ്ഞത് 3-4 ഡിഗ്രിയെങ്കിലും വർധനവ് ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. തീർച്ചയായും മലയോര മേഖലയിലൊക്കെ മാത്രമാണ് ചെറിയൊരു ആശ്വാസകരമായിട്ട് വേനൽ മഴ പെയ്യുന്നതെന്ന് വ്യക്തമാണ്. പ്രത്യേകിച്ച് അവിടെയൊക്കെ വൈകുന്നേരങ്ങളിലെ കർഷകരൊക്കെ അതിനുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എറണാകുളം പോലുള്ള പ്രധാനപ്പെട്ട ജില്ലകളിലൊക്കെ ചൂട് കൂടി വരികയാണ്. ഇത് പ്രകൃതിയിൽ മനുഷ്യൻ നടത്തുന്ന കുറേയധികം പ്രവർത്തനം മൂലമോ അല്ലെങ്കിൽ എൽനിനോ പോലുള്ള പ്രതിഭാസങ്ങളൊക്കെ ആകാം എന്നാണ് പറയുന്നത്, അല്ലേ? എൽനിനോ കാലങ്ങളായിട്ടുണ്ടല്ലോ. എൽനിനോ എന്ന് പറയുന്ന പ്രതിഭാസം ഈ പസഫിക് ഉണ്ടായ കാലം മുതലുള്ളതാണ്. അതിലൊരു പ്രത്യേകിച്ച് ഒരു വ്യത്യാസമില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എൽനിനോ അല്ലെങ്കിൽ ലാനിന നമ്മളെ ബാധിക്കുന്നതിന്റെ തീവ്രത കൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം കേരളത്തിന്റെ ഭൂപ്രകൃതി ആകെ മാറിയിരിക്കുകയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, മുഴുവൻ വീടുകളാണ്. ഇത്രയും പോപ്പുലേഷൻ, വളരെ ഡെൻസിറ്റിയുള്ള പോപ്പുലേഷൻ ഇത്രയും ചെറിയ ഒരിടത്ത് താമസിക്കുന്നു എന്ന് പറയുമ്പോൾ അവര് കെട്ടിവെച്ചിട്ടുള്ള വീടുകള്, ഫ്ലാറ്റുകള്, ചുറ്റുപാട് വെച്ചിട്ടുള്ള ടൈൽസ്, വെട്ടിക്കളഞ്ഞ മരങ്ങള്, വീട്ടിൽ പ്രവർത്തിക്കുന്ന യന്ത്രങ്ങള്, അവരുടെ വാഹനങ്ങൾ, പിന്നെ വീട്ടിൽ പ്രവർത്തിപ്പിക്കുന്ന അടുപ്പുകളും മറ്റും, ഇതൊക്കെ തന്നെ ചുറ്റുപാടുമുള്ള അന്തരീക്ഷ സ്ഥിതിയെ മാറ്റിമറിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നഗരങ്ങളിലൊക്കെ ആണെങ്കിൽ അർബൻ ഹീറ്റ് ഐലൻഡ് ഇഫക്റ്റ്. നഗരം എന്ന് പറയുമ്പോൾ എല്ലാം കേരളത്തിലെ മിക്കയിടങ്ങളിലും ഇപ്പൊ നഗരമോ ടൗണിനോ തുല്യമായി കഴിഞ്ഞു. ഗ്രാമങ്ങൾ പോലും മാറി തുടങ്ങിയിരിക്കുന്നു. അപ്പൊ അവിടെയും ഹീറ്റ് ഐലൻഡ്സ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ഒരു ടൗണിന്റെ ഒരു ഹൃദയഭാഗത്ത് ധാരാളം കെട്ടിടങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഹീറ്റ് ഐലൻഡ് ഇഫക്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ ഇടങ്ങളിലും, കാരണം വളരെ വീതി കൂടിയ റോഡുകൾ വരികയാണ്, മെട്രോ ലൈനുണ്ട്, അതൊക്കെ കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ ചൂട് ആഗിരണം ചെയ്തിട്ട് അത് ചുറ്റുപാടുകളിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്.
നമുക്ക് അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ മണ്ണിൽ ചെരുപ്പില്ലാതെ നടക്കാം. എത്ര ചൂടുള്ള സമയത്താണെങ്കിലും മണ്ണിൽ നമുക്ക് ചെരുപ്പില്ലാതെ നടക്കാൻ പറ്റും. പക്ഷെ അതേസമയം ടാറിട്ട റോഡിലോട്ടോ കോൺക്രീറ്റിലോട്ടോ കയറി കഴിഞ്ഞാൽ കാല് പൊള്ളും. അതുപോലെ തന്നെയാണ് ചുറ്റുപാടുള്ള അന്തരീക്ഷം. വെള്ളം എന്ന് പറയുമ്പോൾ മണ്ണിന് ഈർപ്പം നിലനിർത്താനുള്ള ശേഷിയുണ്ട്. അതിനകത്ത് ധാരാളം സൂക്ഷ്മജീവികളും ഉണ്ട്. അപ്പൊ അത് ഈർപ്പം നിലനിർത്തും. നമ്മളെന്താണ് ചെയ്തിരിക്കുന്നത്? മേൽമണ്ണെല്ലാം മാറ്റി അവിടെ എല്ലാം ടൈൽസ് ഫിറ്റ് ചെയ്തു. റോഡിൽ മണ്ണില്ല, അവിടെ മൊത്തം ടാറാണ്. കെട്ടിടങ്ങളുടെ ചുറ്റിനും കോൺക്രീറ്റ് കെട്ടിടങ്ങൾ. അപ്പൊ കേരളത്തിന്റെ ഒരു അന്തരീക്ഷ സ്ഥിതിക്ക് അനുയോജ്യമായിട്ടുള്ളതല്ല, പ്രത്യേകിച്ച് ഈ ഇക്വേറ്ററിൽ നമ്മൾ താമസിക്കുമ്പോൾ ഇതിന് അനുയോജ്യമായിട്ടുള്ളതല്ല ഈ കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് നമ്മുടെ പണ്ടത്തെ രീതിയിലുള്ള കൺസ്ട്രക്ഷൻസ് ആണ്. അത് ഈ അവസരത്തിൽ നമുക്ക് തടി കുറച്ച് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ തടി ഒട്ടും ഒഴിവാക്കിക്കൊണ്ട് പഴയ രീതിയിലുള്ള കൺസ്ട്രക്ഷൻസ് നമുക്ക് ചെയ്യാവുന്നതാണ്. ചെരിവുള്ള മുകളിലൊരു മച്ചെന്നൊക്കെ പറയുമ്പോൾ താപനില തങ്ങി നിന്ന് താഴേക്ക് പടർത്താത്ത ഒരു കാര്യമാണ് ഈ മച്ചെന്ന് പറയുന്നത്. ആ മച്ചൊന്നും ഇല്ല നമുക്ക്. അതിന് പകരമായിട്ട് ഫാൾസ് റൂഫിംഗ് എന്നൊക്കെ പറഞ്ഞ് ചില കെമിക്കൽസ് കൊണ്ടുള്ള സംഗതികളാണ് ഇപ്പൊ ഘടിപ്പിക്കുന്നത്. പണ്ടത്തെ രീതി എന്ന് പറയുന്നത് ഒരു സെമി ഗോത്തിക് സ്റ്റൈലിലുള്ള ഇതല്ലേ, നമ്മുടെ പഴയ ഒരു പിരമിഡ് പോലെയുള്ള ഒരു കൺസ്ട്രക്ഷൻ അല്ലേ ഓടൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നത്. അപ്പൊ താപനില അധികം വീട്ടിലേക്ക് കടക്കത്തില്ല. അതെ, നമുക്ക് ഇതിന്റെ ഒരു ചൂടിന്റെ ഒരു നോക്കുകയാണെങ്കിൽ തന്നെ 1850 കാലഘട്ടത്തിന് മുന്നേ, അതിനുശേഷമാണ് ഇത്രയധികം ചൂട് അല്ലേ? 2000ലേക്ക് തുടങ്ങിയപ്പോഴാണ് ഈ ചൂടിന്റെ ഒരു കാഠിന്യം ഇത്രയധികം മനുഷ്യൻ അനുഭവിച്ചു തുടങ്ങിയതെന്ന് വ്യക്തമാണല്ലേ? അതിന് കാലാവസ്ഥയെ മാത്രം പഴിച്ചിട്ട് കാര്യമില്ല. കാരണം ഈ പറഞ്ഞ സമയത്തിന് 1850 മുതൽ ഇങ്ങോട്ട് ഇന്ന് വരെയുള്ള പോപ്പുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ, പോപ്പുലേഷൻ വർധനവ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും വേൾഡ് പോപ്പുലേഷൻ എത്ര വർദ്ധിച്ചു എന്നുള്ളത്. അപ്പോ അതൊരു ഇൻഡിക്കേറ്ററാണ്. ഈ നൂറ്റാണ്ടിലാണ് കഴിഞ്ഞ നൂറ്റാണ്ടിലും ഈ നൂറ്റാണ്ടിലുമാണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ പോപ്പുലേഷന്റെ ഇഫക്റ്റ് ഉണ്ട്. കാരണം അത്രയും ആളുകൾ വരുന്നു, അത്രയും ആളുകൾക്ക് വീട് വേണം. പണ്ട് ഇങ്ങനെ അല്ലല്ലോ. അതായത് പലപ്പോഴും ഒരു വീട് കാണാം ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. തുടരെ അടുത്തടുത്തടുത്തടുത്ത് വീടുകളാണ്. ആ വീടുകളിലെ മരങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞ് അവിടെ എല്ലാം കോൺക്രീറ്റ് ഇടുന്നു. അപ്പൊ ചുറ്റുപാടുകളുടെ താപനില വർദ്ധിക്കുന്നുണ്ട്. അപ്പൊ എത്രയോ മടങ്ങാണ് വേൾഡ് പോപ്പുലേഷൻ വർദ്ധിച്ചത്. അതുപോലെ തന്നെ കേരളത്തിലും സംഭവിച്ചിട്ടുണ്ട്. കേരളത്തിൽ എന്ന് പറയുമ്പോൾ 50% ആളുകൾ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിലും അത്രത്തോളം ആളുകൾ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പോ ഈ പോപ്പുലേഷൻ ഏകദേശം ഒരേ രീതിയിൽ തന്നെ തുടരുകയാണ്. 3.5 കോടിക്ക് മുകളിലാണ് നമ്മുടെ പോപ്പുലേഷൻ ഇവിടുത്തെ. അപ്പൊ അത്രയും അത് ഒരേ രീതിയിൽ തന്നെ തുടരുകയാണ്. ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ, കാരണം ഈ പ്രളയം മറ്റു കാര്യങ്ങളും മഴക്കെടുതികളൊക്കെ വരുമ്പോൾ വലിയ തരത്തിലുള്ള സമ്പാദ്യങ്ങളൊക്കെ മുടക്കി തന്നെ അതുമായി ബന്ധപ്പെട്ട് പ്രതിരോധങ്ങളും അതിന്റെ സഹായഹസ്തങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതേപോലെ തന്നെ ഈ ചൂടിനും മാറ്റങ്ങൾ കൊണ്ടുവരണ്ടേ? കാരണം രാജ്യാന്തര തലത്തിൽ തന്നെ കാലാവസ്ഥ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. പക്ഷെ അത്രത്തോളം ഗൗരവത്തോടെ ഇതിനെ ആരും കാണുന്നില്ല എന്ന് തോന്നുന്നു. കാരണം ഭൂമിക്കും ഭീഷണിയാകുന്ന തരത്തിലാണ് ഇന്ന് താപനില ഉയരുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരു മാറ്റങ്ങളോ നടപടികൾക്കോ ആരും തന്നെ മുൻകൈ എടുക്കുന്നില്ല. പ്രത്യേകിച്ച് വനമേഖലകളൊക്കെ വലിയ തരത്തിലുള്ള ഭീഷണി ഉണ്ടാകുമ്പോൾ മൃഗങ്ങളൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നത് സർവ്വസാധാരണമായി മാറും. അപ്പോൾ ഒരു നടപടി എടുക്കുമെന്നല്ലാതെ മറിച്ചൊന്നും ചിന്തിക്കുന്നില്ലല്ലോ. അവയെ വെടിവെച്ചാണോ അല്ലെന്നുണ്ടെങ്കിൽ മയക്കുമടിയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിന്റെ റൂട്ട് കോസ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിനൊരു പരിഹാരം ഇല്ലാതെ. പരിഹാരം എന്ന് പറയുന്നത് വനങ്ങൾ അതേപടി സംരക്ഷിക്കുക, ജലാശയങ്ങൾ സംരക്ഷിക്കുക, അതാണ് വേണ്ടത്. കാരണം അപ്പൊ വനങ്ങൾ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ നാട്ടിലെ ജീവികൾക്ക് വനം വേണം. അവിടെ നിന്നാണ് അത് ആഹാരം കഴിക്കുന്നത്. അത് കിട്ടാതാകുമ്പോഴാണ് ഈ നാട്ടിലോട്ട് ഇറങ്ങുന്നത്. നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ മലകൾ കയ്യേറി പോട്ടെ, കാരണം അതൊരു കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു. മലകൾ കയ്യേറി അവിടെ കൃഷിയിടുക എന്നുള്ളത് ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു. ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞുപോയി. ഇപ്പൊ ആരും മുകളിൽ കയറി കൃഷി ഇറക്കുന്നില്ല. ഇപ്പൊ ചെയ്യുന്നതെന്ന് പറയുന്നത് മറ്റൊരു തരം കൃഷിയാണ്. അതിന്റെ പേരാണ് റിസോർട്ട് കൃഷി. അതായത് സർക്കാർ ഉദ്യോഗസ്ഥരെയും മറ്റുള്ളവരെയും പൊളിറ്റീഷ്യൻസിന്റെ ഒക്കെ സ്വാധീനിച്ചിട്ട്, പൊതുജനങ്ങളെയും അവിടുത്തെ കാര്യക്കാരെയൊക്കെ സ്വാധീനിച്ചിട്ട് റിസോർട്ടുകൾ കെട്ടിപ്പൊക്കുകയാണ്. എല്ലായിടത്തും കിട്ടുന്ന സ്ഥലത്തെല്ലാം റിസോർട്ടുകളാണ്. പലരും മലകൾ വാങ്ങിച്ചിട്ടുള്ളത് ഒന്നുകിൽ ക്വാറിയാക്കാനോ പൊട്ടിച്ചു വയ്ക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ റിസോർട്ട് നിർമ്മാണത്തിനോ വേണ്ടിയാണ്. വളരെ വയനാടും കോഴിക്കോടിന്റെ മലയോര മേഖലകളിലും
ഇടുക്കിയിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ മലകൾ വാങ്ങിച്ചു കൂട്ടിയിട്ടിട്ടുണ്ട് ആളുകൾ. അത് ഇതിനു വേണ്ടിയാണ്. നമുക്കറിയാം ഈ റിസോർട്ടിന്റെ പ്രശ്നം, റിസോർട്ടിന്റെയും പാറ പൊട്ടിക്കലിന്റെയും പ്രശ്നം കൊണ്ടാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ഉണ്ടായത്. കാരണം അതിന്റെ ട്രിഗർ ഉണ്ടായതെന്ന് പറയുന്നത് വെള്ളം എടുക്കാൻ വേണ്ടി മലയുടെ മുകളിൽ തുരന്ന് അവിടെ വലിയൊരു കിടങ്ങ് പോലെ പാറയിൽ സൃഷ്ടിച്ചിരിക്കുന്ന അവിടെ നിന്നാണ് അവിടെ ഒരു വാട്ടർ ടാങ്കും ഒക്കെ വെച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് അന്നത്തെ ഉത്ഭവം ഉരുൾപൊട്ടലിന്റെ 500 ആളുകൾ മരിച്ചതിന്റെ. അങ്ങനെ പലയിടത്തും ഉണ്ട് JCB കൃഷി. പണ്ടൊക്കെ എന്ന് പറയുന്നത് ആളുകൾ റബ്ബർ വെക്കുക, മറ്റേ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കൃഷി നടത്തുകയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ കാശിനുള്ള ആർത്തി കൊണ്ട് JCB വെച്ചാണ് മലമുകളിൽ കൃഷി നടത്തുന്നത്. അതാണല്ലോ നിലമ്പൂര്. തീർച്ചയായും. അത് മാത്രമല്ല, പെട്ടെന്ന് ഫലം ലഭിക്കാൻ അപ്ലൈ ചെയ്യുന്ന ഈ മെഡിക്കൽ അല്ലെങ്കിൽ രാസവസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നതും വലിയ ദോഷം തന്നെയല്ലേ മണ്ണിലും ചെയ്യുന്നത്. ഒരു കാര്യം കൂടെ, ഇപ്പൊ ഈ ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളും വർദ്ധിച്ചു വരികയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ആരോഗ്യ മേഖലയിൽ ഇത് വലിയൊരു ചാപ്റ്റർ തന്നെയാണ്. നമുക്കിപ്പോൾ ഈ അരമണിക്കൂർ കൊണ്ട് ഇതൊന്നും ചർച്ച ചെയ്ത് തീരാൻ പറ്റുന്ന ഒന്നും തന്നെയല്ല. മറിച്ചൊരു കാര്യം കൂടി ചിന്തിച്ചാൽ നമുക്ക് വ്യക്തമാണ്, കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം മുക്കിലും മൂലയിലും ഇപ്പോൾ മെഡിക്കൽ ഷോപ്പുകൾ വർദ്ധിച്ചു വരികയാണ്. ഇതിനൊക്കെ ഒരു പ്രധാന കാരണം ഈ കാലാവസ്ഥാ വ്യതിയാനമൊക്കെ തന്നെയാണ്. അതൊക്കെ എല്ലാവരും ഒന്ന് ചിന്തിച്ചാൽ തന്നെ ഒരു പഴയ രീതിയിലേക്ക് തിരിച്ചു പോകാൻ, അല്ലെങ്കിൽ ആ പ്രകൃതിയോട് കുറച്ചും കൂടി ഇണങ്ങി നിന്നാൽ ഇതിലേക്ക് ഒരു മാറ്റം വരും അല്ലേ? പഴയ രീതിയിലേക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കണം. അതാണ് വേണ്ടത്. അതായത് വനവും മണ്ണും ജലാശയങ്ങളും സംരക്ഷിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അല്പമെങ്കിലും ഈ രീതിയിലെങ്കിലും തുടരാൻ പറ്റത്തുള്ളൂ. ഇതിനൊരു തിരിച്ചുപോക്ക് എന്നുള്ളത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇത്രയും ആളുകളുള്ള സ്ഥിതിക്ക് ഒരു തിരിച്ചുപോക്ക് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. പക്ഷേ നമുക്ക് ഇതേ രീതിയിൽ നിലനിർത്താം. ജലാശയങ്ങളെ സംരക്ഷിച്ച്, വനങ്ങളെ സംരക്ഷിച്ച്, വനങ്ങൾ കൂട്ടി പച്ചപ്പ് വർദ്ധിപ്പിച്ചിട്ട് ഈ മലകളെ നശിപ്പിക്കുന്നത് ഒഴിവാക്കണം. അതായത് മലകൾ പൊട്ടിച്ച് കളയുമ്പം വളരെ വലിയ വെള്ളത്തിന്റെ റിസർവോയറുകളാണ് ഇല്ലാതാക്കി കളയുന്നത്. എന്നിട്ട് പറയുന്നത് വെള്ളമില്ല എന്ന് പറയും. അപ്പൊ വെള്ളമില്ലാതാകുന്നതിന് കാരണം ഇപ്പോ വയനാട്ടിലുള്ള എന്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു. അതായത് കിണറ്റിൽ വെള്ളമില്ല, പണ്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ചുറ്റുപാടും എങ്ങനെയാണ്, അവിടുത്തെ ടെറൈൻ എങ്ങനെയാണ്? അപ്പൊ അടുത്ത് ഇങ്ങനെ അവിടെ ഒരു കുന്നുണ്ടായിരുന്നു, അത് മണ്ണാക്കി വിറ്റു എന്നാണ് പറഞ്ഞത്. മണൽക്കുന്നായിരുന്നു അത്. അതൊരു റിസർവോയർ ആയിരുന്നു ശരിക്കും. അതായത് വെള്ളം അവിടെ തടഞ്ഞു നിന്ന് പതിയെ കിണറ്റിലേക്ക് ഊറി 365 ദിവസവും വെള്ളം കിട്ടുമായിരുന്നു. അപ്പൊ അതില്ലാതായി കഴിഞ്ഞപ്പം കിണർ പറ്റി. അത് തന്നെയാണ് ഈ കാവുകൾ എന്ന് പറയുന്നത്. റിലീജിയസ് ആയിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിലും അതിനൊരു സയന്റിഫിക് പർപ്പസ് ഉണ്ടായിരുന്നു. അതായത് ഒരു കമ്മ്യൂണിറ്റിയുടെ അടുത്ത് ഒരു കാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു വനമാണ്. ആ വനം എന്ന് പറയുന്നത് ജലാംശത്തെ പിടിച്ചു നിർത്തുന്നതാണ്. 365 ദിവസവും തെളിവെള്ളം ചുറ്റുപാടുമുള്ള കിണറുകളിലേക്ക് കിട്ടുമായിരുന്നു. ഇപ്പൊ എന്താണ് സംഭവിച്ചത്? കാവുകൾ കുറഞ്ഞു വന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒരു കൺസെപ്റ്റ് ഇല്ലാതായി. കാവെന്ന് പറയുന്നത് ശരിക്കും ഒരു സോഷ്യൽ ഫോറസ്ട്രിക്ക് തുല്യമായിരുന്നു. അതിനൊരു റിലീജിയസ് ഇത് കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ മരങ്ങളൊന്നും വെട്ടിക്കൊണ്ടുപോകാതിരിക്കാനും നശിപ്പിക്കാതിരിക്കാനും വേണ്ടി റിസോർട്ട് കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതെ. കാവ് മാറ്റി റിസോർട്ട് കെട്ടുക എന്നുള്ളതാണ്. റിസോർട്ടും അവിടെ ഈ മലമുകളിൽ വെള്ളം കെട്ടി നിർത്തിയിരിക്കുകയാണ്. സ്വിമ്മിംഗ് പൂള് എല്ലാ റിസോർട്ടുകളിലും സ്വിമ്മിംഗ് പൂളാണ്. എന്തൊരു മണ്ടത്തരമാണ് ഈ കാണിക്കുന്നത്. കാരണം ചെരിവുള്ള മലനിരകളില് പാറയുടെ മുകളില് ഇവർ വിജയിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് പാറ ഭയങ്കര ശക്തിയുള്ള സംഭവമാണെന്നുള്ളതാണ്. തെറ്റാണ്. കാരണം ഗ്രാവിറ്റി എന്ന് പറയുന്നത് അത് എല്ലാത്തിനെയും ബാധിക്കും ഒരേപോലെ. പക്ഷേ മാറുന്ന മലയാളികളുടെ കാഴ്ചപ്പാട് തന്നെയാണ്. കാരണം ഈ സ്വിമ്മിംഗ് പൂളിൽ പോയി ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്താണെങ്കിലും ആശ്വാസമായിട്ട് ഇവർ തേടി പോകുന്നത്, എത്ര കാശ് മുടക്കിയാലും ഈ സ്വിമ്മിംഗ് പൂളിൽ പോയി നീരാടാൻ വേണ്ടി പോകുന്ന ഒരുപാട് പേരുണ്ട്. ഇത് തന്നെയാണ് ഒരു മാറ്റം അല്ലേ? സ്വിമ്മിംഗ് പൂളിൽ പോയി നീരാടുക എന്ന് പറയുന്നത് അത് ഇപ്പൊ സമതലത്തിലായിക്കോട്ടെ, സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിക്കോട്ടെ, അതിന് വിരോധമൊന്നുമില്ല. പക്ഷെ എന്തിനാണ് ഈ മലമുകളിൽ കൊണ്ട് ഈ സ്വിമ്മിംഗ് പൂൾ വെക്കുന്നതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. മലമുകൾ ഇപ്പോഴത്തെ കേരളത്തിലെ ഒരു കുളവും നമുക്ക് ധൈര്യമായിട്ട് നീന്താൻ പോകാൻ പറ്റില്ല. കാരണം എപ്പോഴാണ് ഈ അമീബിക് ജ്വരം പിടിപെടുന്നതെന്നുള്ളതാണ്. കാരണം അതിലെല്ലാം മാലിന്യമായി കഴിഞ്ഞു. അല്ല, ഇങ്ങനെ ഒരു അലേർട്ടുകൾ വരുമ്പോൾ മാത്രമാണ് അതിൽ നിന്നും ജനങ്ങൾ ഒന്ന് പിന്മാറുന്നത്. പിന്നെയും പഴയ വീട്ടിൽ തന്നെ പോവുകയാണ്. ജലാശയങ്ങള് മലിനമായി. എത്ര ജലാശയങ്ങളാണ് മലിനമായിരിക്കുന്നത്? കടലും മലിനമായി. തീരദേശം മൊത്തം മലിനമാണ്. കാരണം ഈ മാലിന്യം എല്ലാം കൂടെ ഒഴുകി അങ്ങോട്ടാണ് പോകുന്നത്. ഇത്രയും ആളുകൾ ജനറേറ്റ് ചെയ്യുന്ന മാലിന്യം നേരെ കടലിലോട്ടാണ് ഒഴുകി പോകുന്നത്. അത് നദികളിലും കുളങ്ങളിലും ഒക്കെ എന്താണ് ഡിറ്റർജന്റ്, നമ്മുടെ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ആ കെമിക്കല്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇത്തരത്തിലുള്ള ജലാശയങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പം കിണറുകളിലേക്ക് പോകാം. അപ്പൊ നദികളിൽ തീർച്ചയായിട്ടും ഉണ്ട്. നദികളിലൊക്കെ പറഞ്ഞാൽ മെർക്കുറിയുടെ അംശം വളരെ കൂടുതലാണ്. അതായത്
ഹെവി മെറ്റൽസിന്റെ അംശം കൂടുതലാണ്. എന്താ കാരണം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കലുകൾ, അതായത് നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിക്കുന്ന കളറുള്ള പാക്കറ്റുകളിൽ കിട്ടുന്ന കെമിക്കലുകൾ, അതായത് അതിന്റെ ക്രീം ഇതിന്റെ ക്രീം അങ്ങനെ ഇങ്ങനെ കോസ്മെറ്റിക്സ് എല്ലാ സാധനങ്ങളും ഒഴുകി ഭൂമിയിലേക്കാണ് പോകുന്നത്. ഈ ഭൂമിയിലേക്ക് പോയിട്ട് അടുത്ത ജലാശയങ്ങളിലേക്ക് പോകും. അപ്പൊ ജലാശയങ്ങള് ഒരു ഹെവി മെറ്റൽസിന്റെ ഒരു കലവറയായി മാറിയിരിക്കുന്നു. ഇതെന്താണ് സംഭവിക്കുന്നത്? ഇതെല്ലാം കൂടെ മഴ പെയ്യുമ്പോൾ ഒഴുകി നേരെ കടലിലേക്ക് പോകും. കടലിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുക? മീനുകൾ പൊതുവെ മെർക്കുറി ഉണ്ട്. അതായത് തീരദേശത്ത് കാണപ്പെടുന്ന ചില മത്സ്യങ്ങളിൽ മെർക്കുറി ഉണ്ട്. മെർക്കുറിയുടെ അംശം കൂടുതലാണ്, പ്രത്യേകിച്ച് ഷെല്ല് ഓർഗാനിസംസ്. അപ്പൊ അത് നേരെ തിരിച്ച് അവരിലേക്ക് തന്നെ വരികയാണ്. അത് കുക്ക് ചെയ്താലൊന്നും പോകില്ല. ഈ ഹെവി മെറ്റൽസ് ഒന്നും എത്ര കുക്ക് ചെയ്താലും അത് മത്സ്യത്തിൽ നിന്നും പോവില്ല. അത് നേരെ മനുഷ്യരിലേക്കാണ് വരുന്നത്. ഒരു നിര രോഗങ്ങളാണ് ഇതുമൂലം ഉണ്ടാകുന്നത്. കാരണം ഈ മാലിന്യം ശരീരത്തിന് പുറത്തുള്ള അറിയത്തില്ല. ഹെവി മെറ്റൽസ്, മെർക്കുറിയും മറ്റു സാധനങ്ങളൊക്കെ നമ്മുടെ വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ശരീരത്തിന് അത് പുറത്തള്ളാനുള്ള ശേഷിയില്ല. അപ്പൊ അതെന്താണ് ചെയ്യുന്നത്? അത് അടിച്ചുകൂടി കിടക്കും. ഇപ്പോ വലിയൊരു നഗരത്തിൽ, എറണാകുളം പോലെയുള്ള ഒരു നഗരത്തിൽ ഒരു 50 വർഷം ജീവിച്ച ഒരാളുടെ ശരീരത്തിൽ 4 കിലോ മാലിന്യം ഉണ്ടാവും. അത് ശ്വസിച്ച മാലിന്യമുണ്ട്, ആഹാരം കഴിച്ചതിൽ നിന്നുള്ള മാലിന്യമുണ്ട്, അങ്ങനെ എല്ലാ. പിന്നെ ഈ സ്കിന്നിന്റെ പുറത്തുകൂടി, അതായത് നമ്മൾ വിചാരിക്കുന്ന ഈ ക്രീമൊക്കെ തെറ്റ് കഴിഞ്ഞാൽ നല്ലതാണെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഈ സ്കിൻ എന്ന് പറയുന്നത് അതൊരു കണ്ടിന്യൂസ് അല്ല, അത് പോറസ് ആണ്. കാരണം അത് അബ്സോർപ്ഷന് ശേഷിയുണ്ട്. ശരീരത്തിൽ സ്കിന്നിൽ പുരത്തുന്ന എന്ത് സാധനവും ശരീരത്തിനുള്ളിലേക്ക് അബ്സോർവ് ആവും, ബ്ലഡ് സ്ട്രീമിൽ കയറും. അതാണ് അതിന്റെ ഒരു പ്രശ്നം. നമ്മൾ ക്രീമുകൾ, ഇപ്പൊ കൊതുകിനെ പ്രതിരോധിക്കാൻ ക്രീം, സൂര്യനെ പ്രതിരോധിക്കാൻ ക്രീം, പിന്നെ കോസ്മെറ്റിക്സിന്റെ കൂടെ വരുന്ന പലതരം ക്രീമുകൾ, ഇതൊക്കെ ചെല്ലുന്നതെന്ന് പറയുന്നത് ഇത് ബ്ലഡ് സ്ട്രീമിലേക്കാണ് പോകുന്നത്. തീർച്ചയായും ഇത് കേരളത്തിലെ ക്ലൈമറ്റിന് ഇതൊന്നും ഉപയോഗിക്കാനുള്ള ഒരു സാധ്യത വളരെ വളരെ കുറവാണ്. അതിനുള്ള സാഹചര്യം ഇല്ല കേരളത്തിൽ. പിന്നെ മറ്റിടങ്ങളിൽ ഇപ്പൊ ചെറിയ രീതിയിൽ ഇപ്പൊ ഒരു വാസിലിനൊക്കെ തേച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പം ചുണ്ടുകളെല്ലാം പൊട്ടി ഡ്രൈ ക്ലൈമറ്റിൽ കുറച്ച് വാസിലിനോ അല്ലെന്നുണ്ടെങ്കിൽ പച്ച വെളിച്ചെണ്ണയോ പുരട്ടിയാൽ മതി. വാസിലിൻ തന്നെ വരണമെന്നില്ല. കാരണം അതിനകത്തും അത് പെട്രോകെമിക്കൽ ജെല്ലിയാണല്ലോ. അതിന് പകരമായിട്ട് പച്ച വെളിച്ചെണ്ണ തേച്ചാൽ മതി, അല്ലെങ്കിൽ ഗീ തേച്ചാൽ മതി. നെയ്യ് ഏറ്റവും പ്രതിരോധിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു മാർഗം എന്ന് പറയുന്നത് നെയ്യാണ്. നമ്മൾ കേരളത്തിലെ പല ശീലങ്ങളും മറന്നു. എണ്ണ തേച്ച് കുളി എല്ലാം മറന്നു. കാരണം അതൊക്കെ നമ്മുടെ പ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മറന്ന് നമ്മള് സൂപ്പർ മാർക്കറ്റുകളിൽ കിട്ടുന്ന ക്രീമുകളുടെ പുറകെ പോവുകയാണ്. ബോഡി ലോഷൻ, മോയ്സ്ചറൈസർ എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട് മോയ്സ്ചറൈസറും ബോഡി ലോഷനും ഒക്കെ. ഈ ക്ലൈമറ്റിന് അതൊക്കെ വേണ്ടതാണോ എന്ന് പോലും ആളുകൾക്ക് അറിയാതെ അതെല്ലാം എടുത്ത് ഉപയോഗിക്കുകയാണ്. അതിന് ചെറിയ ചെറിയ രീതിയിലുള്ള വളരെ ചെലവ് കുറഞ്ഞ രീതിയിലുള്ള മാർഗങ്ങൾ കേരളത്തിലുണ്ട്. അത് വീണ്ടും നമ്മൾ തിരികെ കൊണ്ടുവരണം. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ അത് തിരികെ കൊണ്ടുവരണം. അതൊന്നും സ്റ്റൈലിൽ കുറവോ ഒന്നുമല്ല. ജെൻസി എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. തീർച്ചയായും അത് തന്നെയാണ്. എന്തായാലും ഈ ഒരു മാറ്റം അത് കൂടുതൽ പഠനങ്ങളെല്ലാം നടത്തി നമുക്കിതൊരു വിശദമായിട്ടുള്ള ഒരു രീതിയിൽ തന്നെ എടുക്കേണ്ട ഒരു വിഷയം തന്നെ. എന്തായാലും സമയക്കുറവ് മൂലമാണ് ഞാനൊന്ന് ഇടപെടുന്നത്. വളരെയധികം നന്ദി ശ്രീ രാജഗോപാൽ കമ്മത്തി അവസരത്തിൽ പ്രതികരിച്ചതിലും. അദ്ദേഹം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.